ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമുള്ള എല്ലാവരുടെയും ഉപകാരിയായിരുന്നു. എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിനും കാര്യമായിട്ട് കുറേ നാളായി പച്ചക്കറി വ്യാപാരമൊക്കെ നടത്തി ഒരു പ്രശ്നങ്ങളില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നത്. ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും അതൊക്കെ മരുന്നുമൊക്കെ മേടിച്ചിങ്ങനെ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഈ 2 ദിവസം മുമ്പ് വലിയ ആക്റ്റീവായിട്ട് നിന്നാണ്. എന്തായാലും ഞങ്ങൾക്കൊരു തീരാ നഷ്ടമാണ്. പ്രിയപ്പെട്ട കുഞ്ഞോൻ്റെ മരണം തീർച്ചയായിട്ടും ഈ കൊട്ടാരക്കരയിൽ ഈ പുലമൺ ഭാഗത്ത് വലിയ ഒരു തീരാ ദുഃഖമാണ് ചെറുപ്പക്കാരുടെ ഇടയിലും എല്ലാവർക്കും. കാരണം 10-20 വർഷമായി കൊട്ടാരക്കര കോളേജ് ജംഗ്ഷനിലെ ഒരു കടയിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമോൻ പലപ്പോഴും കടയിൽ തൻ്റെ മക്കളും 2 ആമക്കളുണ്ട്, ഭാര്യയുമായി ആണ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദവും സന്തോഷമായി ജീവിച്ചിരുന്ന ഒരു 61 വയസ്സുള്ള കുഞ്ഞുമോൻ പെട്ടെന്ന് ഇന്നലെ കട തുറന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ശാരീരിക അസ്വസ്ഥത മൂലം കുഴഞ്ഞു വീഴുകയും വിജയാസിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തത്. അവിടെ ഗുരുതരമായി ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ചികിത്സകളുടെ ഫലമായിട്ടാണ് മരണപ്പെട്ടത്. തീർച്ചയായും വളരെ വേദനയായിരുന്നു. വീട്ടിലും ഭവനത്തിലുമൊക്കെ അനേകം ആളുകൾ, വ്യാപാരി സമൂഹം മൊത്തം ഇന്നലെ ആശുപത്രിയിലെത്തിയിരുന്നു. വളരെ ദുഃഖവും സങ്കടവും ഉളവാക്കുന്ന ഒരു മരണമാണ് പ്രിയപ്പെട്ട കുഞ്ഞുമോൻ. കൊട്ടാരക്കര ഈ പുലമൺ ഭാഗത്ത് നമുക്ക് ഏവർക്കും വലിയൊരു നഷ്ടം തന്നെയാണ്. ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കട്ടെ. ആ കുഞ്ഞുങ്ങളും അതുപോലെ ആ കുടുംബത്തിന് കൈത്താങ്ങുമായി നാടും നഗരവും കച്ചവടക്കാരും എല്ലാവരും സുഹൃത്തുക്കളും എല്ലാം ഒന്നായി കുഞ്ഞുമോൻ്റെ കുടുംബത്തിന് ഒരു താങ്ങായി ഇവിടെയുണ്ട്. വലിയൊരു ദുഃഖം തന്നെയാണ്. തീർച്ചയായിട്ടും ദൈവം ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ക്ഷീണതയെക്കുറിച്ച് ഞങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നീ സഹായിക്കണം. കർത്താവേ, വിശ്വാസ സമൂഹത്തെ നീ ബലപ്പെടുത്തുമാറാകണം. പ്രത്യാശയോടുകൂടി നിന്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ പാടി യാത്രയാക്കാൻ നീ സഹായിക്കുമാറാകണം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായി ചോദിക്കുന്നത്. പലപ്പോഴും പറയാറുണ്ട്, ചില വേർപാടുകളും ചില മരണങ്ങളും കേൾക്കുമ്പോൾ കൂടെ നിന്ന് വാങ്ങിപ്പോയി കേട്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കണ്ട് ചിരി നോക്കി എപ്പോഴും മാറിയിട്ടില്ല.
ഒരു ശരീരവും ഓരോ വിത്തിനും അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ.